ഹലോ ഫ്രണ്ട്സ്, പലവർക്കും ഇപ്പോഴും അറിയാത്തൊരു കാര്യമാണ് എന്തുകൊണ്ട് ജനനായകൻ റിലീസ് മാറ്റി, ശരിക്കും മാറ്റിയോ എന്നുള്ള വിവരം. അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. പിന്നെ കൈദി 2 എങ്ങനെയാണ് പടം വരുന്നത് എന്നതിന്റെ അപ്ഡേറ്റും ഉണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് തന്നെ പോകാം. അതിനു മുൻപ് ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കായി കൂളർ, സൺസ്ക്രീൻ എന്നിവ പ്രൊഡക്റ്റ് ഒക്കെ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അങ്ങനെ ലോകേഷിന്റെ കൂളി മൂവിയുടെ ഷൂട്ടിംഗ് എല്ലാം തീർത്തു. ഇനി നെക്സ്റ്റ് പടത്തിന്റെ വർക്കിലോട്ട് ഒരു ബ്രേക്കിന് ശേഷം കടക്കും. ഇനിയിപ്പോൾ കൈദി 2 ആണോ വേറെ പടത്തിന്റെ ആണോ എന്ന് അറിയില്ല, പക്ഷെ ബ്രേക്ക് എന്തായാലും എടുക്കുന്നുണ്ട്. സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യാൻ പോകുന്നുമുണ്ട്. എന്തായാലും കൈദി 2 ഷൂട്ട് തുടങ്ങാൻ 2026 ആകും. കൂടാതെ ബെൻസ് ലോകേഷ് സ്ക്രിപ്റ്റ് ചെയ്യുന്ന പടത്തിന്റെ ഷൂട്ടും പെൻഡിങ്ങിലാണ്. ഇപ്പോൾ ഷൂട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. അതൊക്കെ റിലീസ് ചെയ്യാൻ കടക്കുന്നുമുണ്ട്. എങ്ങനെ എല്ലാം കൂടി മാനേജ് ചെയ്യുമെന്ന് അറിയില്ല. ബട്ട് അപ്ഡേറ്റ്സ് വരാൻ തുടങ്ങട്ടെ എന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ. കൈദി 2 അപ്ഡേറ്റിൽ നമ്മൾ നോക്കുമ്പോൾ കൈദി 2 ഒരു ഡയറക്റ്റ് സീക്വൽ മൂവി അല്ല. സാധാരണ പാർട്ട് 2 മൂവീസ് പോലെ അല്ലാണ്ട് കുറച്ച് ഡിഫറൻസിൽ ഒരു പ്രീക്വൽ സീക്വൽ മൂവിയാണ്. അതായത് കൈദി എന്ന പടത്തിന് ശേഷം എന്തൊക്കെ സംഭവിച്ചോ അതും കാണിക്കും. ദില്ലിയെ ഫ്ലാഷ് ബാക്ക് സീക്വൻസ് ആയിട്ട് പ്രീക്വലും കാണിക്കും. പ്രീക്വലും സീക്വലിനും ഒരേപോലെ പ്രാധാന്യമുള്ള പടമാണ്. ലിയോ പോലെ 10-20 മിനിറ്റ് ഫ്ലാഷ് ബാക്ക് അല്ല, ഒരു ലോങ് ടൈം വരുന്ന സ്റ്റോറിയാണ്. പഴയതും പുതിയതും ഒക്കെ ആകുമ്പോൾ വിക്രമിൽ മരിച്ചുപോയ പല ക്യാരക്ടേഴ്സിനും പ്രീക്വൽ സീക്വൻസിൽ കൊണ്ടുവരാൻ പറ്റും. ചിലപ്പോൾ വിജയ് സേതുവിലേക്ക് വരാനുള്ള ചാൻസുകൾ അധികമാണ്. ജനായെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് റിലീസ് മാറ്റിയെന്നത് പലർക്കും അറിയില്ല. എന്തിനു മാറ്റിയെന്ന് ചോദിച്ചാൽ ഈ ജനനായകന്റെ ഷൂട്ട് എപ്പോഴും റെസ്റ്റ് ഇല്ലാണ്ട് കണ്ടിന്യൂസിൽ നടത്താൻ പറ്റുന്നില്ല. വിജയ് പൊളിറ്റിക്സിൽ ബിസിയാണ്. രണ്ടും കൂടി അങ്ങോട്ട് നടക്കാണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഷൂട്ട് ഡിലേ ആകുന്നുണ്ട്. പൊളിറ്റിക്സ് പരിപാടിയൊക്കെ പോകുമ്പോൾ ഇതിന്റെ ഷൂട്ട് ഡിലേ ആകുന്നുണ്ട്. എന്നിട്ടും മാനേജ് ചെയ്ത് പടം ഷൂട്ട് തീരാനായിട്ടുണ്ട്. അപ്പോൾ എന്താ ഒക്ടോബറിൽ റിലീസ് ചെയ്താൽ പ്രശ്നം, ഷൂട്ട് തീർന്നില്ലെന്ന് ചോദിക്കാം. പക്ഷെ അവിടെയാണ് വിജയ് എടുത്തൊരു ഡിസിഷൻ. ഈ ഒരു പടം ഒരു പൊളിറ്റിക്കൽ പടം ആയതുകൊണ്ട് ഇത് നല്ല രീതിയിലൊരു ഇമ്പാക്ട് വിജയ്ക്ക് പൊളിറ്റിക്സ് ഉണ്ടാകുമെന്ന് അമിതമായൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് 2026 ഏപ്രിൽ ഇലക്ഷൻ ആണ്. അപ്പോൾ ആ ഒരു ടൈം ജനുവരിയൊക്കെ ആകുമ്പോൾ റിലീസ് ചെയ്താൽ അതിൻ്റെ ഒരു ഇമ്പാക്ട് ഒന്നും കൂടി കൂടുകയുള്ളൂ എന്നൊരു വിചാരമുണ്ട്. ഒരുപാട് വിവാദമാക്കുന്ന ഡയലോഗ്സും പടത്തിലുണ്ട്. അതുകൊണ്ടാണ് 2026 ജനനായകൻ റിലീസ് മാറ്റിയത്. പക്ഷെ ഇതുവരെയായിട്ട് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ചെയ്തിട്ടില്ല. അത് അപ്ഡേറ്റ്സ് വന്നാലേ അറിയുള്ളൂ. ഒരു സോങ്ങെങ്കിലും വിട്ടാൽ കൊള്ളാം, അല്ലെങ്കിൽ ജൂൺ വരെ എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ്സിനെ കുറിച്ചൊക്കെ എന്താ തോന്നുന്നത് കമന്റ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് തീർച്ചയായും ചെയ്തിട്ട് ബെല്ലൈക്കൺ ഓൺ ആക്കി ഇടുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം.